ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് നേരെ ആ ഗ്രീൻ റൂമിലേക്ക് എത്തുന്നു. അവിടെ വസ്ത്രം മാറാനാണ് എന്ന് പറഞ്ഞ് യശോദയും മുത്തശ്ശിയും കൂടി രാധികയെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് വന്നതിന് ശേഷം ഇത്രയും നേരമായിട്ടും അവരുടെ യാതൊരു വിവരവും അറിയാത്തതിന്റെ പേരിൽ പത്മാവതിയോട് കൽപ്പന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദേഷ്യത്തോടെ സംസാരിച്ചു. അപ്പോഴും പ്രിയങ്ക ആരെങ്കിലും തന്നെ കണ്ട് തിരിച്ചറിയരുത് എന്ന പ്രാർത്ഥനയിൽ വേഗം ആ റൂമിലേക്ക് അരികിലേക്ക് എത്തിയതും വാതിൽക്കൽ കാത്തു നിന്ന ജാനകിയും സോനയും പ്രിയങ്കയെ വേഗം അകത്തേക്ക് കയറ്റുന്നു. അപ്രതീക്ഷിതമായി പ്രിയങ്ക റൂമിലേക്ക് കയറി വരുമ്പോ ഈ ഒരു പ്രശ്നത്തിന് എന്താണ് പരിഹാരമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചിരുന്ന യശോദയും രാധികയും അവിടേക്കെത്തിയ പ്രിയങ്കയെ കണ്ട് ഞെട്ടിത്തെറിച്ചു. അപ്പോഴാണ് സുകുമാരി വല്യമ്മ വളരെ സന്തോഷത്തോടെ പ്രിയങ്കയുടെ അരികിലേക്ക് ഓടിയെത്തിയത്. എന്റെ പൊന്നുമോളെ, നീ എത്തിയല്ലോ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ, ഇങ്ങനൊരവസ്ഥയിൽ നീ നിന്റെ വീട്ടുകാരെ പോലും മറന്നു കളഞ്ഞല്ലോ മോളെ എന്ന് പറഞ്ഞ് സുകുമാരി പ്രിയങ്കയെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ സംസാരിച്ചു. അത് കേട്ട പ്രിയങ്ക സുകുമാരിയോട് പറഞ്ഞു, മുത്തശ്ശി, ഞാൻ പറഞ്ഞതല്ലേ കാരണം എന്താണെന്ന്. ഇങ്ങനെയൊരു ഷൂട്ടിന് വേണ്ടി, ഈ സിനിമയ്ക്ക് വേണ്ടി അവരെന്നെ സെലക്ട് ചെയ്തപ്പോ ഈ ഷൂട്ട് നടത്താനായിട്ട് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അവരൊരു വലിയ ബഡ്ജറ്റ് തന്നെയാണ് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ അതിൽ പോയി പങ്കെടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ട് അവസാന നിമിഷം പൂജയുടെ ദിവസം നമ്മൾ ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അവർ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് പോകേണ്ടി വന്നത് മുത്തശ്ശി. ലക്ഷങ്ങളാണ് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിനുള്ള ചെലവാകുന്ന പണം. അത്രയും പണം അവർ നമ്മളോട് നഷ്ടപരിഹാരമായി ചോദിച്ചാൽ നമ്മൾ എങ്ങനെ അത് കൊടുക്കും മുത്തശ്ശി? നമ്മൾക്ക് അതിനുള്ള എന്തെങ്കിലും സാമ്പത്തിക ഭദ്രതയുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ മറ്റെല്ലാം മറന്ന് അവര് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായത്. അല്ലാതെ എന്റെ കുടുംബത്തോട് എനിക്ക് സ്നേഹമോ കൂറോ ഇല്ലാഞ്ഞിട്ടല്ല. എന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ നാണം കെടാതിരിക്കാൻ കൂടിയാണ് ഞാൻ അവിടേക്ക് പോയത്. അവർ പറഞ്ഞത് ഇവിടേക്ക് അവരുടെ അടുത്തേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവരിവിടെ എത്തി എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തുമെന്നാണ് അവർ ഭീഷണി ഉയർത്തിയിരുന്നത്. അവസാനം എനിക്ക് പോകേണ്ടി വന്നു, അതാണ് സംഭവിച്ചത് മുത്തശ്ശി എന്ന് പ്രിയങ്ക മുത്തശ്ശിയെ ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തന്റെ പേരക്കുട്ടിയെ പറയുന്നതെല്ലാം സത്യമാണെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സുകുമാരി അവസാനം പ്രിയങ്കയുടെ ആ ഒരു അഭിനയത്തിൽ വീഴുന്നു. പിന്നീട് ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്ന യശോദയുടെ അരികിലേക്ക് എത്തി സുകുമാരി പറഞ്ഞു, ഇനി വേഗം ഇവളോട് വേഷം മാറാൻ പറ. പ്രിയങ്ക വന്നല്ലോ, ഇനി പ്രിയങ്കയെ ഈ വേഷം ധരിപ്പിക്കുക എന്ന് സുകുമാരി അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും യശോദ ചോദിച്ചു, അമ്മ എന്തൊക്കെയാ പറയുന്നത്? കുറച്ചു മുൻപായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് സാധിച്ചേക്കുമായിരുന്നു. എന്നാൽ ഇപ്പോ അങ്ങനെയല്ല. രാധിക മോളുടെ കഴുത്തിൽ വരുൺ താലി ചാർത്തി. അത് നമ്മൾ നടത്തിയ ഒരു ആൾമാറാട്ടമാണ് എങ്കിൽ പോലും ഇപ്പോ ഈ അവസ്ഥയിൽ പ്രിയങ്കയല്ല, വരുണിന്റെ ഭാര്യ രാധിക മോളാണ്. അഗ്നിസാക്ഷിയായി വരുണാണ് മോളുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ താലി അഴിച്ചു കളയുവാനോ വരുണിന്റെ ഭാര്യ എന്നുള്ള പദവി ഇല്ലാതാക്കാനോ ആ ഭാര്യ പദം ഏറ്റെടുക്കാൻ ഇനി പ്രിയങ്കയ്ക്കോ അവകാശമില്ല എന്ന് യശോദ സുകുമാരിയോട് പറയുമ്പോ അത് കേട്ട സുകുമാരി യശോദയുടെ നേരെ ശബ്ദമുയർത്തി, യശോദേ, നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങ് കേട്ടാൽ മതി. ഇപ്പോ വരുണിനോ വരുണിന്റെ കുടുംബക്കാർക്കോ ഈ നശൂലത്തിന്റെ കഴുത്തിലാണ് താലി ചാർത്തിയത് എന്നുള്ള വിവരം അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ വരുണിന്റെ ഭാര്യ നമ്മുടെ പ്രിയങ്കമോൾ തന്നെയാണ്. അതിനാൽ ഇനി ഇതിനെ ചൊല്ലി ഒരു സംസാരം ഇവിടെ നമുക്കിടയിൽ വേണ്ട. ഇപ്പോ ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി. വേഗം ഇവളുടെ ഈ സാരിയെല്ലാം ഊരി പ്രിയങ്ക മോളെ അണിയിപ്പിക്ക്. ഇപ്പോൾ തന്നെ അവരിവിടേക്ക് എത്തും. അവര് കുറച്ചു മുൻപ് വന്ന് ചോദിച്ചിട്ട് പോരേ ഉള്ളൂ എന്നുള്ള കാര്യം നീ മറക്കണ്ട യശോദേ. ഇനിയും അവര് സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ഈ കാര്യം പറഞ്ഞ് ഇങ്ങനെ വൈകിച്ചാൽ അവർക്ക് സംശയങ്ങൾ തോന്നുകയും അവർ അകത്തേക്ക് കയറി വരികയും ചെയ്യും. പുരുഷന്മാരുടെ കണ്ണിൽ നിന്ന് മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടിയുടെ മുഖത്ത് മൂടുപടമിട്ട് ഇങ്ങനെ മുഖപടം ഇട്ടുകൊണ്ട് അവരെ മാത്രമേ മാറ്റി നിർത്താൻ കഴിയൂ. മറിച്ച് സ്ത്രീകൾ അകത്തേക്ക് കയറി വരികയാണെങ്കിൽ അവരെ ഈ ഒരു ആവശ്യത്തിൽ നിന്ന് മുഖം കാണാം എന്നുള്ള അവരുടെ അവകാശത്തിൽ നിന്ന് നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ വിവരം ഇപ്പോ ദേവനാരായണനും അറിയില്ല. പ്രിയങ്ക മോളുടെ വിവാഹം കഴിഞ്ഞു എന്ന ധാരണയിലാണ് ദേവനും ഇരിക്കുന്നത്. ഇനി മറ്റുള്ളവർ ഇവിടേക്ക് കടന്നു വന്ന് വരുണിന്റെ വീട്ടുകാർ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്ന് ബഹളം വെച്ചാൽ ഉണ്ടാകാൻ പോകുന്ന
നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേടിനെ കുറിച്ച് നീ എന്താ ആലോചിക്കാത്തത് യശോദേ? നമ്മുടെ കുടുംബത്തെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തണമെന്നാണോ നിങ്ങൾ അമ്മയുടെയും മകളുടെയും ചിന്ത? എന്റെ ദേവന്റെ ജീവൻ എടുക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ രാധിക വിഷമത്തോടെ മുത്തശ്ശി എന്ന് വിളിച്ചു. ഉടനെ രാധികയുടെ നേരെ തിരിഞ്ഞ സുകുമാരി പറഞ്ഞു, അതെ, നീ അങ്ങനെ അങ്ങോട്ട് ഈ കുടുംബത്തോട് ഒത്തിരി കൂറുള്ളവളും സ്നേഹമുള്ളവളുമായിട്ടൊക്കെ അങ്ങ് രോഷം കൊള്ളുന്നുണ്ടല്ലോ. എന്നാ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം. ഈ കുടുംബത്തോട് അത്രയും വലിയ സ്നേഹവും കടപ്പാടുമൊക്കെയാ നിനക്കുള്ളതെങ്കില് നീ വേഗം ഈ വസ്ത്രം ഊരി പ്രിയങ്കമോൾക്ക് കൊടുക്ക്. നിന്റെ താലിയും ഊരി കൊടുത്തിട്ട് വേഗം പഴയ പടി നിൽക്കാൻ നോക്ക്. പ്രിയങ്കമോള് വരുണിനോടൊപ്പം കണിമംഗലത്തേക്ക് പോകാൻ റെഡിയാവട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ വേഗം ചെന്ന് രാധികയുടെ സാരി വാങ്ങിക്കാനായി പറഞ്ഞ് മുത്തശ്ശി പ്രിയങ്കയുടെ അരികിലേക്ക് പോകാൻ പറയുന്നു. രാധികയുടെ അരികിലേക്ക് പ്രിയങ്ക ഓടിയെത്തിയതും രാധികയോട് പ്രിയങ്ക പറഞ്ഞു, ചേച്ചി ഇനി വേഗം ഡ്രസ്സ് മാറ്റിത്താ എന്ന് പറഞ്ഞു. അത് കേട്ടതും രാധിക പറഞ്ഞു, മോളെ നീ എന്താ ഈ പറയുന്നത്? അല്പം മുമ്പായിരുന്നെങ്കിൽ ഇതിന് സമ്മതിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോ സമയം വളരെ വൈകി മോളെ. ഞാൻ ഇപ്പോ വരുണിന്റെ ഭാര്യയാണ്. വരുൺ എന്റെ കഴുത്തിലാണ് താലി ചാർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ താലി എന്റെ കഴുത്തിൽ കിടക്കുകയാണ്. ആ നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ ഈ സാരി ഊരി തന്നാലും ഇനി ഇതിനെന്താ പരിഹാരം എന്ന് രാധിക ചോദിക്കുമ്പോ ഉടനെ പ്രിയങ്ക പറഞ്ഞു, ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ഈ വസ്ത്രം ഞാൻ ചേച്ചിക്ക് ഊരി തന്നിട്ട് പോയതാണ്. ഞാൻ മടങ്ങി വരുമ്പോൾ ഇതെനിക്ക് തിരിച്ചു തരേണ്ട ബാധ്യത ചേച്ചിക്കുണ്ട് എന്ന് രാധികയോട് ദേഷ്യത്തോടെ പ്രിയങ്ക പറഞ്ഞു. അത് കേട്ടതും രാധിക പറഞ്ഞു, ചേച്ചി രാധികയുടെ നേരെയുള്ള പ്രിയങ്കയുടെ വാക്കുകൾ കേട്ട് രാധിക ആകെ വിഷമത്തോടെ അമ്മയെ നോക്കി. അപ്പോഴേക്കും യശോദ പറഞ്ഞു, ദേ പ്രിയങ്ക, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ കാരണം കുടുംബത്തിന് മാനക്കേട് ഉണ്ടാകാൻ പോയപ്പോ നിന്റെ അച്ഛന്റെ ജീവൻ തകർന്നു പോകാതിരിക്കാനായി, ആ മനുഷ്യൻ നാണം കെട്ട് ജീവൻ ഒടുക്കാതിരിക്കാനായി സ്വന്തം ജീവിതം പോലും ബലി കഴിക്കാൻ തയ്യാറായവളാണ് ഈ നിൽക്കുന്ന എന്റെ രാധിക മോള്. അവസാനം അവളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് നീ ഇപ്പൊ വന്ന് അവകാശം പറയാൻ പോകുന്നു? ഒരു കാരണവശാലും ഇത് ഞാൻ സമ്മതിച്ചു തരില്ല. എന്റെ രാധിക മോളുടെ അവകാശങ്ങൾ, അവളുടെ കഴുത്തിൽ താലി അറുത്ത് കളയാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് യശോദ ശബ്ദമുയർത്തുമ്പോ അരികിൽ നിന്ന് സുകുമാരി യശോദയെ നോക്കി. യശോദേ, വേണ്ട, എന്റെ കാലം കഴിഞ്ഞിട്ട് നീ ഇവിടെ അമ്മ ചമഞ്ഞാൽ മതി. ഇപ്പോ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. എന്റെ മകനും ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ കാലത്തിന് ശേഷം നീ നിന്റേതായ തീരുമാനങ്ങൾ നടപ്പിലാക്കാനായി മുന്നിട്ടിറങ്ങിയാൽ മതി എന്ന് രാധികയ്ക്ക് വേണ്ടി വാദിച്ച യശോദയുടെ നാവടപ്പിക്കാനായി സുകുമാരി ശ്രമിച്ചു. അത് കേട്ട് ആകെ വിഷമത്തിൽ യശോദ അങ്ങനെ നിൽക്കുമ്പോ രാധിക യശോദയെ നോക്കി. അമ്മേ എന്ന് വിളിച്ച് സങ്കടത്തോടെ അങ്ങനെ രാധിക നോക്കുന്നത് കണ്ട് യശോദ അരികിലേക്ക് ഓടിയെത്തി. എന്റെ പൊന്നുമോളെ, നിന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയല്ലോടി എന്ന് പറഞ്ഞ് യശോദ രാധികയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോഴേക്കും അരികിലേക്ക് എത്തിയ പ്രിയങ്ക പറഞ്ഞു, ദേ ചേച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇനി സത്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് തുറന്നു പറയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? ചേച്ചി ഈ വേഷവും അണിഞ്ഞ് വരുണിന്റെ കൂടെ ആ കണിമംഗലത്തേക്ക് ചെന്ന് കയറുമ്പോ അവര് നമ്മുടെ അച്ഛനെയല്ലേ പഴിക്കുക? പെൺകുട്ടിയെ മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും ചതിച്ചു എന്ന് പറഞ്ഞ് അവർ വീണ്ടും നമ്മുടെ അച്ഛനെ പഴിചാരാനായി വീട്ടിലേക്ക് വരില്ലേ? ആ സമയത്ത് എന്താ പറയാൻ പോകുന്നത്? നമ്മുടെ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തല കുനിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം ഇന്നലെ അച്ഛൻ ചെയ്യാൻ ഒരുങ്ങിയ പ്രവൃത്തി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അച്ഛൻ ചെയ്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് സന്തോഷമാകുമോ എന്ന് പ്രിയങ്ക ചോദിച്ചതും രാധിക ആകെ വിഷമത്തോടെ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. അച്ഛനൊരാപത്തും വരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറഞ്ഞു, എങ്കിൽ ചേച്ചി ഞാൻ പറയുന്നത് പോലെ ചെയ്യേ. വേഗം എനിക്ക് ഈ വസ്ത്രം ഒരുത്താ. അവര് വരുന്നതിന് മുൻപ് ഞാൻ ഇത് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം മനസ്സോടെ രാധിക അങ്ങനെ നിൽക്കുമ്പോ സുകുമാരി വന്ന് അരികിൽ നിന്നിട്ട് പറഞ്ഞു, എടി പെണ്ണെ, നിന്നോട് ഞാൻ മര്യാദയ്ക്കാ പറഞ്ഞത് എന്റെ പ്രിയങ്ക മോൾക്ക് സാരി ഊരി കൊടുക്കാൻ. നിനക്ക് അങ്ങനെ വലിയ വ്യാമോഹമൊക്കെ ഉണ്ടായി കാണും അല്ലെ? ഇനി കണിമംഗലത്തെ കോടീശ്വരപുത്രന്റെ ഭാര്യയായിട്ട് അങ്ങനെ വിലസാമെന്ന്. എന്നാലേ കുലമേതാ ഗോത്രമേതാ എന്നറിയാതെ അഴുക്കുചാലിൽ നിന്ന് വന്ന സന്തതിക്ക് അത്ര വലിയ മോഹങ്ങളൊന്നും സ്വപ്നങ്ങളൊന്നും കാണാനോ ഇത്രയും വലിയ സ്വർഗീയമായ ജീവിതം കിട്ടാനോ ഒന്നും നീയൊന്നും ചിന്തിക്കുക പോലും ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു ഭാഗ്യം നിന്റെ തലയിലില്ല, മനസ്സിലായോ? എന്റെ പ്രിയങ്കമോളുടെ ഈ ഒരു ഭാഗ്യം തട്ടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് സുകുമാരി ദേഷ്യത്തോടെ രാധികയോട് സംസാരിച്ചു. എല്ലാം കേട്ടാകെ വിഷമിച്ച് നെഞ്ചു തകർന്ന് അങ്ങനെ രാധിക നിൽക്കുന്നത് കണ്ട് യശോദ അരികിലേക്ക് എത്തിയിട്ട്
വീണ്ടും സുകുമാരിയോട് ചോദിച്ചു, അമ്മേ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ, ഇവർ രണ്ടുപേരും നമ്മുടെ കുട്ടികളല്ലേ, അതും ഒരു താലി വെറുതെ അല്ലല്ലോ, ഇത്രയും ആളുകളുടെ സമക്ഷത്ത് വെച്ച് ഭഗവാന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഭഗവാന്മാരുടെ മുന്നിൽ വെച്ച് കിട്ടിയ താലിയാണ്, അതങ്ങനെ അഴിച്ചു കളയാൻ പാടുള്ളതല്ലോ അമ്മേ എന്ന് യശോദ പറയുമ്പോൾ ഉടനെ സുകുമാരി പറഞ്ഞു, ആര് ആര് കണ്ടെന്നാ പറയുന്നത്, ഇവളെ പ്രിയങ്ക മോളാണെന്ന് കരുതിയല്ലേ ആ താലി ചാർത്തിയവൻ പോലും ഇരിക്കുന്നത്, അങ്ങനെ എല്ലാവരും ഇവളുടെ മുഖമല്ലല്ലോ കണ്ടിട്ടുള്ളത്, പ്രിയങ്കയുടെ മുഖമല്ലേ, അതുകൊണ്ട് അതോർത്ത് ആരും ആശങ്കപ്പെടണ്ട, പ്രിയങ്കയെ വിവാഹം കഴിച്ചു എന്ന് തന്നെയാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്, ഇവളുടെ കഴുത്തിലെ താലി കെട്ടിയതെന്നുള്ള കാര്യം നമ്മൾ കുറച്ചു പേർക്കല്ലാതെ വേറൊരു മനുഷ്യർക്കും അറിയില്ല, അതുകൊണ്ട് നീ ഒന്നും പറയണ്ട യശോദേ, നീ ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി, എത്രയും വേഗം പ്രിയങ്ക മോളുടെ ഈ വേഷം മാറ്റി പ്രിയങ്ക മോളെ ആ പഴയ വസ്ത്രത്തിലേക്ക് മാറ്റ്, അതാണ് വേണ്ടത്, രാധികയുടെ ആ സാരി വേഗം അവളോട് അയച്ചു തരാൻ പറ എന്ന് പറഞ്ഞ് മുത്തശ്ശി ബഹളമുണ്ടാക്കി. ആകെ തകർന്ന മനസ്സുമായിട്ട് യശോദ വേഗം രാധികയുടെ അരികിലേക്ക് എത്തി. എന്റെ പൊന്നുമോളെ അമ്മ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് സങ്കടപ്പെടുമ്പോ രാധിക പറഞ്ഞു, വേണ്ടമ്മേ, അമ്മ വിഷമിക്കണ്ട, എന്റെ വീട്ടുകാരും വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് എന്റെ പ്രിയങ്ക, അതുകൊണ്ട് തന്നെ അമ്മേ, അവർ പറഞ്ഞതുപോലെ ഞാൻ ഇതെല്ലാം ഊരിക്കൊടുത്തോളാം, അമ്മ വിഷമിക്കാതെ, എനിക്ക് വേണ്ടി അമ്മ ആരോടും വാദിക്കാനും പോകണ്ട എന്ന് പറഞ്ഞ് രാധിക യശോദയെ സമാധാനപ്പെടുത്തുമ്പോ തന്റെ മകൾക്ക് കുടുംബത്തോടുള്ള സ്നേഹവും കൂറും മനസ്സിലാക്കിയ യശോദ വിഷമത്തോടെ രാധികയോട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ, അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയല്ലോ, ഈ ഒരു അവസ്ഥയിൽ എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ദുർവിധിയാണല്ലോ ഈശ്വര നൽകിയത് എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യശോദയിരുന്നു. അപ്പോഴേക്കും സുകുമാരി വീണ്ടും രാധികയുടെ അരികിലേക്ക് എത്തി. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ, നീ പറയുന്നൊന്നും കേട്ടില്ലേ എന്ന് ചോദിച്ച് രാധികയെ ശകാരിച്ചു. രാധിക പറഞ്ഞു, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് രാധിക വേഗം തന്റെ കയ്യിലിരുന്ന ആഭരണങ്ങൾ ഓരോന്നും ഊരിക്കൊടുക്കാൻ തയ്യാറായി. അപ്പോഴേക്കും അവസാനമായി ഓരോന്നും ഊരിയെടുത്ത് അവസാനം രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയിലേക്ക് പ്രിയങ്ക കടന്നു പിടിച്ചു. ആ താലി കൂടി അങ്ങ് ഊരി കൊടുക്കടി എന്ന് സുകുമാരി രാധികയോട് പറയുമ്പോൾ രാധിക ആ താലിയിൽ മുറുകെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല, ഇത് മാത്രം ഞാൻ തരില്ല, ഇത് ഊരാൻ എന്നെ ആരും നിർബന്ധിക്കരുത്, ഇത് ഞാൻ ഊരില്ല, എന്റെ കഴുത്തിൽ ഒരിക്കൽ ചാർത്തി കിട്ടിയതാണ്, ഇത് ഇനി മറ്റാരും ഊരിയെടുക്കാനോ മറ്റാരെങ്കിലും ഇത് പൊട്ടിക്കാനോ ഞാൻ അനുവദിക്കില്ല എന്ന് രാധിക പറയുമ്പോ യശോദയുടെ മുന്നിൽ വെച്ച് രാധികയുടെ കഴുത്തിലെ താലി വലിച്ചു പറിക്കാനായി ദേഷ്യത്തോടെ അരികിലേക്ക് സുകുമാരി എത്തി. നിന്നെ അത്രയ്ക്കായോ, എന്റെ പേരക്കുട്ടിക്ക് വിധിച്ച താലിയാ നിന്റെ കഴുത്തിൽ കിടക്കുന്നത്, അതെ, അങ്ങനെ അങ്ങോട്ട് കിടക്കണ്ട, ഞാൻ നോക്കട്ടെ ഇത് ഊരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് സുകുമാരി വേഗം രാധികയുടെ കഴുത്തിൽ കിടന്ന ആ താലിയിൽ കടന്നു പിടിച്ചു. ആ നിമിഷം പണ്ടുണ്ടായതുപോലെ ആ വേദന പെട്ടെന്ന് രാധികയുടെ താലിയിൽ കടന്നു പിടിച്ചപ്പോൾ സുകുമാരിയുടെ ദേഹത്തേക്ക് ഒരു ഈർത്ത് കയറിയതുപോലെ, ഒരു മിന്നലേറ്റതുപോലെ ആകെ നിന്ന് പിടയ്ക്കുകയാണ്. ആ നിമിഷം അങ്ങനെ ഒരു ഞെട്ടലും വിറവലുമെല്ലാം ഉണ്ടായി അങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങൾക്കും ഭഗവാനെ കൂട്ടുവിളിക്കുന്ന, ഭഗവാന്റെ തുണയ്ക്കായി അപേക്ഷിക്കുന്ന രാധികയുടെ ജീവിതത്തെ തകർക്കാൻ നോക്കിയതിനുള്ള ശിക്ഷയാണ് ആ നിമിഷം സുകുമാരിക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കിയ യശോദ പറഞ്ഞു, അമ്മേ, നല്ലത് ചെയ്യണം, എന്നാൽ മാത്രമേ ഭഗവാനും നമുക്കൊപ്പം നിൽക്കൂ. അപ്പോഴേക്കും ദേഷ്യത്തോടെ മുത്തശ്ശി യശോദയെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് അപ്പുറത്തേക്ക് ഇറങ്ങുന്ന മുത്തശ്ശിയുടെ അരികിലേക്ക് പ്രിയങ്കയുടെ കൂട്ടുകാരിമാർ ജാനിയും സോനയും എത്തി. അവർ രണ്ടുപേരും അപ്പുറത്ത് മാറി നിൽക്കുന്ന മുത്തശ്ശിയോട് കാര്യങ്ങൾ രഹസ്യമായി പറഞ്ഞു. എന്തായാലും ഞാൻ ഇവിടേക്ക് വന്നത് നിനക്ക് ഞങ്ങളുടെ സാന്നിധ്യം വലിയ സഹായമായെന്ന് അറിയാം, പക്ഷേ ഒരു കാര്യം എനിക്ക് ഇതിനോട് പറയാനുള്ളൂ, എത്രയും വേഗം തന്നെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കണം എന്ന്. പ്രിയങ്കയുടെയും മറ്റുമൊക്കെ ലൈഫ് നീ കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇതുവരെ അവസാനിക്കണമെന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടത്തോടെ അങ്ങനെ നിൽക്കുന്ന രാധികയുടെ അരികിലേക്ക് യശോദ എത്തിയിട്ട് പറഞ്ഞു, മോളെ, അമ്മ ഈ ഒരു കാര്യത്തിൽ നിസ്സഹായായി പോയല്ലോ, എന്റെ പൊന്നുമോളുടെ കഴുത്തിൽ കിടന്ന ഈ താലി അവര് പൊട്ടിച്ചെടുക്കാൻ നോക്കിയല്ലോ മോളെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ യശോദ അങ്ങ് നിൽക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ അരികിലെത്തിയ സോനയും ജാനകിയും ആ വീഡിയോ കാണിച്ചത്. അത് കണ്ടതും ആകെ ഞെട്ടിലോടെ നോക്കി നിൽക്കുകയാണ് സുകുമാരി. അപ്പോഴേക്കും അവർ പറഞ്ഞു, മുത്തശ്ശി,
കുറച്ചു മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ രാധിക എന്ന് പറയുന്ന പെൺകുട്ടി വേഷമൊക്കെ മാറി ഇവിടെ ഇരിക്കുന്ന നേരത്ത് ഈ പ്രിയങ്ക അവിടേക്ക് എത്തിയത്. സത്യത്തിൽ എന്റെയും അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പേരിൽ ഇനി പ്രത്യേകിച്ചൊന്നും തന്നെ പറയേണ്ടതില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശന്റെയും മറ്റെല്ലാവരുടെയും അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ താലി കെട്ടാമെന്നുള്ള വ്യാമോഹവുമായി എത്തിയ വരുൺ അവസാനം വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് എല്ലാവരെയും പോലെ വളരെ സന്തോഷത്തോടെ അപ്പുറത്ത് മാറി നിന്ന് വേഗം തന്റെ കാറിന് പിന്നിൽ എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തി. ഇനി ആരും തന്നെ മുന്നിൽ കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചങ്ങനെ മുന്നോട്ട് പോകുന്നു.